ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്തവർക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ടൈമാണ്. കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകുവാനുള്ള സമയമാണ്. ഈ മാസം 27-ാം തീയതി വരെയാണ്. 27 മണി വരെയാണ് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്ത എല്ലാ കാൻഡിഡേറ്റ്സും എത്രയും പെട്ടെന്ന് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. നവംബർ 27 വരെയാണ് സമയം. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ആയിരിക്കും വരുന്ന അലോട്ട്മെന്റുകളിൽ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതായത് നിങ്ങൾ എവിടെയാണോ ഏത് കോഴ്സിനാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകളാണ് എൻറ്റയർ അലോട്ട്മെന്റിന് വേണ്ടിയും പരിഗണിക്കുന്നത്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി മാത്രമല്ല, സെക്കൻഡ് ആയിക്കോട്ടെ തേർഡ് ആയിക്കോട്ടെ 3 അലോട്ട്മെന്റുകൾക്ക് വേണ്ടിയും നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചായിരിക്കും അവർ അലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനിക്കുക ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ കോഴ്സുകളെന്ന്. അതനുസരിച്ച് ഇപ്പോഴേ കൊടുത്താൽ മാത്രമേ ഇനി വരുന്ന അലോട്ട്മെന്റുകളിൽ അതിനനുസരിച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഫസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഓപ്ഷൻസ് തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിലോ തേർഡ് അലോട്ട്മെന്റിലോ പരിഗണിക്കുന്നത്. അതിനിടക്ക് അല്ലാതെ റീ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അറേഞ്ച് ചെയ്യാനൊരു അവസരം കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു കോളേജ് ആഡഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ഓപ്ഷൻസ് തന്നെയായിരിക്കും ഇനി വരുന്ന അലോട്ട്മെന്റ്സിൽ പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ കോഴ്സുകൾക്കും ഏതൊക്കെ കോളേജുകളാണുള്ളത്, സീറ്റുകളുടെ എണ്ണം, ഫീസ് സ്ട്രക്ചർ, കോൺടാക്ട് നമ്പർ ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലെ പ്രോസ്പെക്റ്റിൽ നോക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കോളേജ് ലിസ്റ്റ് ഒന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് ലിസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് വേണം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും തന്നെയായിരിക്കണം. അതായത് എവിടെയാണോ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് താല്പര്യപ്പെടുന്നത് ആ ഒരു കോളേജ് കോമ്പിനേഷൻ തന്നെ ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹയർ ഓപ്ഷൻ എപ്പോഴും നിങ്ങൾ പോകാൻ തയ്യാറായിരിക്കുന്ന ആ ഒരു കോഴ്സും കോളേജും തന്നെ ആയിരിക്കണം. ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ഓപ്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഓപ്ഷൻസ് ഒരു കോളേജ് കോമ്പിനേഷൻ രീതിയിലാണ് വരിക. അത് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക, കൃത്യമായി കൊടുക്കുക. അത് കഴിഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾ സേവ് ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസ് സേവ് ചെയ്യുക. അത് കാണുകയും ചെയ്യുക. അതുപോലെ തന്നെ പ്രിന്റ് എടുക്കുകയും ചെയ്യാം. നിങ്ങൾ കൊടുത്ത ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞാലാണ് ട്രയൽ അലോട്ട്മെന്റ് വരിക. എല്ലാവരും തന്നെ അപ്ലൈ ചെയ്തവരൊക്കെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ മറക്കാൻ പാടില്ല, എന്തായാലും ചെയ്യണം. ഇത് ചെയ്യാത്തവരെ ഒന്നും അലോട്ട്മെന്റുകളിൽ പരിഗണിക്കുന്നതല്ല. മാത്രമല്ല അലോട്ട്മെന്റ് ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എപ്പോഴാണ് അലോട്ട്മെന്റ് വരിക എന്നുള്ള ഒരു അലോട്ട്മെന്റ് ഷെഡ്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് എക്സാക്ട് ഡേറ്റ് അല്ല, എന്നാലും ഏകദേശം ഈ ഒരു ഡേറ്റുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെന്റ് വരിക എന്ന് പറഞ്ഞിട്ടുള്ളത് നവംബർ 28-നാണ്. നവംബർ 27 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. നവംബർ 28-ന് ട്രയൽ അലോട്ട്മെന്റ് വരും. അത് കഴിഞ്ഞുള്ള മോഡിഫിക്കേഷൻ ആൻഡ് റീ അറേഞ്ച്മെന്റ് നവംബർ 30 വരെയാണ്. ആൻഡ് ഫസ്റ്റ് അലോട്ട്മെന്റ് വിൽ ബി ഓൺ ഡിസംബർ 2. ഡിസംബർ 2-നായിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അത് കഴിഞ്ഞുള്ള ഫീ അടക്കലും ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് ഒക്കെ ഡിസംബർ 5 വരെയാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് ഡിസംബർ 7-നായിരിക്കും. അത് കഴിഞ്ഞുള്ള ഫീ റെമിറ്റൻസ് ആൻഡ് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ് വിൽ ബി ഓൺ ഡിസംബർ 10. അത് കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് വരുന്നത് ഡിസംബർ 12. അത് കഴിഞ്ഞുള്ള ഫീ റെമിറ്റൻസ് ഡിസംബർ 16. ഇതൊക്കെ കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം ഡിസംബർ 17. 17th ഡിസംബറിനായിരിക്കും കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള സമയം. ഈ ഒരു ഡേറ്റിൽ ഏകദേശം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും ഏകദേശം ഡിസംബർ പകുതിയോടെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കാര്യം ആരും തന്നെ മറക്കരുത്, കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ LBS അപ്ഡേറ്റ്സുമായി വരാം.